പ്രാർത്ഥന, ശ്രുതി, അനു, ഉമ. സ്നേഹഗീതമേകിയും നന്മഭൂവിൽ തളിയിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാലിനാമം ഇന്നു വാഴ്ത്തിടാം ഹൃദയരാഗതന്ത്രി നീട്ടി. ഒന്നല്ല രണ്ടാളും അവസ്ഥ സാറും ഇല്ല. അപ്പോൾ നമുക്ക് പിന്നെ ഷെബന എന്താ അവളിപ്പോൾ അവളുടെ വിശ്വാസപ്രകാരം നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഖബറുടെ വിശാലാക്കട്ടെ, അവളുടെ നന്മകൾ ദൈവം സ്വീകരിക്കുമാറാവട്ടെ. ഇനി വരുന്ന ലോകത്ത് നമ്മുടെ കൂടെ അവളും കൂടെ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്ത് ഉണ്ടാവുന്ന സന്തോഷമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മരിച്ചു പോയാലും കാണിച്ചു തരുന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല, മരിച്ചു പോയാൽ മാത്രമേ നമുക്കറിയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ ചിലപ്പോൾ അവൾക്കും ഇത് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ സന്തോഷത്തിൽ അവളും കൂടട്ടെ. ഇനി നമുക്ക് 2 മക്കളുണ്ട്, പെൺകുട്ടികളാണ്. ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, മോള് 1ാം ക്ലാസ്സിൽ. സ്കൂളില് ഓള് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്യണില്ല. നമ്മൾ എന്താവണം, അല്ലെങ്കിൽ IT ഫീൽഡാണ്. ഇവിടെ വർക്ക് ഫ്രം ഹോം ആണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. അതെന്താണ്, മോളാണ് മൂത്തത്, 3ാം ക്ലാസ്സിലാണ്. മോൻ UKG. കഴിഞ്ഞ 5 മാസം ഒരു ഡെലിവേജ് ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ 1 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം ഒരു ടീച്ചർ ലീവ് എടുത്ത് പോയതിന് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്. മൂന്ന് വയസ്സ് കഴിഞ്ഞു. കുറെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയൊക്കെ ആയത്. പിന്നെ ബിസിനസ്സാണ് എനിക്കിഷ്ടം. എന്ത് പറഞ്ഞാലും സ്വന്തമായിട്ട് എന്താ കഴിവുള്ളത് അത് ചെയ്ത് പ്രൈവറ്റ് ഒന്ന് പഠിപ്പിക്കും. സൗദിയിലാണ്. പിന്നെ ഞാൻ PTC കഴിഞ്ഞ് കുറച്ച് കാലം പിന്നെ B.Ed കഴിഞ്ഞതിന് ശേഷം പഠിച്ച ഡിഗ്രി സ്കൂളിലൊക്കെ കുറച്ച് കാലം വർക്ക് ചെയ്ത് ലെക്ചറായിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പെർമനൻ്റായിട്ട് LP സ്കൂളിൽ എന്തെങ്കിലും എന്നിട്ട് പറയുമ്പോൾ പക്ഷേ 2 മക്കളാണ് ഉള്ളത്. 2 ആൺകുട്ടികളാണ്. ഭയങ്കര പറമ്പ് കോട്ടന്റെ 2 കുട്ടികളുണ്ട്. 2 കുട്ടികള്, 2 പെൺകുട്ടികള്. ഹസ്ബൻഡിന്റെ പേര് ആസിഫലി. ഞാൻ PTC കഴിഞ്ഞിട്ട് പിന്നെ മലബാറിൽ 2 വർഷം വർക്ക് ചെയ്തു. അവിടുന്ന് അങ്ങനെ 2 വർഷം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിച്ചത് പട്ടാമ്പിക്കാണ്. സുനിൽ എന്നാണ് പേര് ഹസ്ബൻഡിന്റെ. പിന്നെന്താ, ഞാൻ കഴിഞ്ഞ കൊല്ലം ലീവ് എടുത്തതാണ്. കഴിഞ്ഞ വർഷമായിട്ട് ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. 2 മക്കള്, രണ്ടാമത്തെ ആള് LKG-യില്. പിന്നെപ്പോ എന്താ ഇപ്പൊ ഒരു ഡെയിലി വേജായിട്ട് മുഹമ്മദ് ഷെരീഫ്. പിന്നെ ഹൗസ് വൈഫ് ആയിട്ട് വർക്ക് പറയുന്ന കേൾക്കില്ല. കല്യാണം കഴിച്ചത് ഇടവണ്ണ. എനിക്ക് 3 മക്കള്. വലിയ മോന് 3ാം ക്ലാസ്സില്, രണ്ടാമത്തെ ആള്, 3ാമത്തെ ആള് ഇവിടെ 3 ആൺകുട്ടികള്. കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 മക്കളെ, 2 കുട്ടികള്. പിന്നെ 10 വർഷം PTC കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 10 വർഷം ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നു.
പിന്നെ കൊറോണ സമയത്ത് മോളെ സ്കൂളിൽ ചേർത്തിയപ്പോൾ അറിയാതെ ഇന്റർവ്യൂവിന് കയറി. അങ്ങനെ പ്രൈവറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ്. 4ാം ക്ലാസ്സിലാണ്. എന്നെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ പ്രോഗ്രാമിന്റെ സമയത്ത് എൻ്റെ കൂടെ ഇപ്പോൾ നാട്ടിലില്ലായിരുന്നു, പുറത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഉമ്മാരില്ലാഞ്ഞുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ഒരു സമയത്ത് എന്നെ ആ ഇതിനെ കഴിച്ചിട്ടുള്ളത് ആ ടീച്ചറാണെന്ന് പറയാം. അപ്പോൾ ആ ടീച്ചറെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ എന്താ പറയുക, എനിക്കൊരു സ്വപ്നം പോലെയാണ്. എനിക്ക് അത്രയും ഞാൻ അത് ഈ TTC എടുത്തോടെ എൻ്റെ കാര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും അന്നൊക്കെ തോന്നിനോ അത്രയും ഞാൻ ചെയ്തു. പക്ഷെ എനിക്ക് ഈ ഒരു വർഷത്തെ ഈ ഒരു എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ഇനിയിപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ആ ഒരു ഇതിലെ. കാരണം ഞാൻ ഒന്ന് A ക്ലാസ്സിൽ, ടീച്ചർ ഒന്ന് B ക്ലാസ്സിൽ, രണ്ടാളും ഒരേപോലെ ഒപ്പം ഇങ്ങനെ എന്ത് കാര്യത്തിലും ടീച്ചർ തന്നെ എൻ്റെ കൂടെ പറ്റിയത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കൊച്ചിയിലാണ് 2 വർഷമായി കൊച്ചിക്ക് മാറിയിട്ട്. 2 മക്കളാണ്. മൂത്താള് 4 ഞാൻ ഡെയിലി വേജ് വർക്ക് ചെയ്തിട്ടു. പിന്നെ സർക്കാർ സ്കൂൾ വർക്ക് ചെയ്തിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മാനേജ്മെന്റ് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. പേര് പറയും, മറന്ന് എന്റെ കല്യാണം അയച്ചത് പാട്ടിടപ്പായ ഒരു നിങ്ങൾക്ക് ആർക്കും അറിയാത്ത അവിടെ. അതുപോലെ ഇപ്പൊ വേറൊരു വെറൈറ്റി മുണ്ടെടുത്ത് എല്ലാവർക്കും പേര് ഗവൺമെന്റ് സ്കൂളിൽ തന്നെ കുറച്ച് കാലം ഞാനും എൻ്റെ വാപ്പിയും ഒരേ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്കൂളിലെ അറ്റൻഡറായിരുന്നു, ഞാൻ സ്കൂളിലെ മാഷായിരുന്നു. പിന്നെ അതേപോലെ പിന്നെ അതിന് ശേഷം വളരെ കഷ്ടപ്പെട്ട് കല്ലും മുള്ളും ചവിട്ടിയിട്ടാണ് ഞാൻ ആ മലയിൽ നിന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിന് ഒരു പേപ്പർ പോയിരുന്നത്. അത് പോയ സമയത്ത് നമ്മൾ രക്ഷിച്ചിരുന്ന നസീറാക്ക ഒരുപാട് വിളിച്ചിട്ട് അപ്പോൾ നമ്മൾ പോയി. പക്ഷെ മൂപ്പര അന്ന് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയറിൽ ഞാൻ എല്ലാ പേപ്പറും പാസ്സായി. അതുകൊണ്ട് ആ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ആ നന്ദി ഉള്ളതുമാണ്. ഞാൻ ഇന്ന ഇഷ്ടപ്പെടല്ലോ.